ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ഈ സ്പെക്സ് വെച്ചിരിക്കുന്ന സ്റ്റൈലിന് വേണ്ടി വെച്ചിരിക്കുന്ന ആരും വിചാരിക്കരുത് കേട്ടോ. ആക്ച്വലി എനിക്ക് ഹെഡേക്ക് ഉണ്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പെക്സൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ബുക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദിസ് എന്ന് പറയണം. അപ്പം ഇക്കിഗായ്, ഞാൻ ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല, ആർക്കും ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ദ ജപ്പാനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് വേൾഡ് ഫസ്റ്റ് 360 ഡിഗ്രി സ്ക്രീനിനകത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് അവിടെ പോകുന്നതിൻ്റെ ആയിട്ട് വീഡിയോ എടുക്കണമെന്നുള്ള ഒരിത് ബുദ്ധിമുട്ടൊന്നും അന്നേരം തോന്നിയില്ല. കാര്യം നമ്മളുടെ രണ്ടുപേരും കൂടെ പോയി ഒരു എക്സ്പീരിയൻസ് ചെയ്തു, അത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചും വന്നു ആളാണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ പോയി ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൊല്ലത്ത് താല്പര്യമുള്ളവർക്ക് പോകാം. കാര്യം നമ്മുടെ അത് മാത്രമല്ല, സ്റ്റാളുകളുണ്ട്. പിന്നെ ഈ ഫാൻസി ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ലേഡീസ് ആണെങ്കിൽ, അതായത് ഒരുപാട് ഒരുങ്ങി കിടക്കാൻ ഇഷ്ടമുള്ള പെൺപിള്ളേർ, കൊച്ചു പിള്ളേരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. എൻ്റെ സെക്ഷൻ്റെ ഇതാണ്. അങ്ങനെ ഞാൻ പോയി അത് വാങ്ങി. പിന്നെ എനിക്ക് ക്യാൻഡീസ്, മുട്ടായിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പോയിട്ട് നോക്കി. പക്ഷേ പഴയകാല ക്യാൻഡീസൊക്കെ ഉണ്ടായിരുന്നു, സിഗരറ്റ് ക്യാൻഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങണം എന്നും വീഡിയോ ഇടണം എന്നൊക്കെ മനസ്സിൽ തോന്നിയതാണ്, പക്ഷെ ഒന്നും വാങ്ങിയില്ല ഞാൻ. അപ്പം ഇത് ഒരു കപ്പലിൻ്റെ മിഠായി വാങ്ങിയിട്ട് അവരുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബുക്ക് സെക്ഷനിൽ പോയി ഈ ബുക്ക് വാങ്ങിയപ്പോൾ അവിടെ ഞാൻ പറയാൻ വന്നത്, ആർക്കെങ്കിലും ഈ വായന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവിടെ പോവാം. നല്ല ലാഭത്തിന് ബുക്ക് കൊടുക്കുന്നുണ്ട്. 150, 250, 100 അങ്ങനെ പല റേഞ്ചാണ്. പിന്നെ 350 അങ്ങനെ എന്തോ റേഞ്ചിലാണ്, 300, 350 ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് പോകാം. നല്ല ലാഭത്തിന് നല്ല നല്ല ബുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ റാമാനന്ദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എടുക്കണം. അതിൻ്റെ ഒരൊറ്റ കോപ്പിയെ അവിടെ കണ്ടിട്ടുള്ളൂ. എല്ലാം എടുത്തുകൊണ്ട് പോയി കാണാൻ ആൾക്കാർ വന്നിട്ട്. പക്ഷേ എനിക്ക് വാങ്ങി തന്നില്ല കേട്ടോ. 350 രൂപയായിരുന്നു അതിൻ്റെ വില. പക്ഷേ എനിക്ക് ബുക്ക് സെക്ഷൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കയറി വാങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് സെലക്ട് ചെയ്ത സാധനമാണ്. അത് വായിക്കണം എന്ന് കുറച്ച് ദിവസം കൊണ്ടൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും കൊല്ലത്ത് ആശ്രാമ മൈതാനത്താണ്. ഒരുപാട് പേര് അറിഞ്ഞു കാണും, എന്നാലും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവിടെ പോവുക. താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് പഴയകാല ക്യാൻഡി, നൊസ്റ്റാൾജിയ ക്യാൻഡീസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ബുക്കുണ്ട്, ഒത്തിരി ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഡയറി ഓഫ് പിമ്പി കിട്ട്, അങ്ങനെ ഒത്തിരി. പിന്നെ പിള്ളേർക്കുള്ള കുറേ ടിൻറ്റിനൊക്കെ കണ്ടായിരുന്നു, പഴയ നമ്മളെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തേക്കുള്ള ടിൻറ്റിൻ, അതൊക്കെ അതിൻ്റെയൊക്കെ ബുക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി സംഗതികളുണ്ടായിരുന്നു. പിന്നെ മറ്റേ പൈത്തൺ മോഡൽ പാമ്പില്ല, അതിനൊക്കെ ആൾക്കാർ കയ്യിൽ വെച്ചിട്ട് എടുക്കുന്നു, പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. പിന്നെ കുറേ പക്ഷികൾ, ഇഗ്വാന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു രസകരമായ ഇതായിരുന്നു. പിന്നെ അവിടെ ഇപ്പം പോവുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം മറ്റേ സീ വേൾഡ് മറ്റേ ഇതിൻ്റെയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വാട്ടർ ടണൽ അങ്ങനെ പോയിട്ട് നമുക്ക് മേളിൽ ഫിഷിനെയൊക്കെ കാണുന്ന അതില്ലേ, അതൊക്കെ ഇനിയിപ്പോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം സീ വേൾഡ് എക്സ്പോ എന്നാണ് അവരുടെ ഇത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം ബുക്ക് വായിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ബുക്ക് ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ.